1000 രൂപയെടുക്കുന്നു, കൈ നിറയെ സാധനങ്ങൾ വാങ്ങി വരുന്നു. അങ്ങനെയാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതും കൊണ്ട് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഈ കെട്ടിയൊരുങ്ങി എങ്ങട്ടാ പോകുന്നതെന്ന് ഏകദേശം ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ബെഞ്ചാര മാർക്കറ്റ് ഡൽഹി തന്നെയുള്ളൊരു സ്ഥലമാണ്. പക്ഷെ അങ്ങനെ പൊതുവേ നാട്ടിൽ നിന്ന് വരുന്ന ആരും പോയി കണ്ടിട്ടില്ല. എല്ലാവർക്കും നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ പറയുന്നത് സരോജിനി മാർക്കറ്റിൽ പോണെന്ന. ഹലോ കുട്ടീസ്, പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമുക്കൊന്ന് മാർക്കറ്റ് വരെ പോയി വന്നാലോ? ഞാൻ ഒറ്റയ്ക്കല്ലാട്ടോ പോകുന്നത്, ഒരാളും കൂടി വരാനുണ്ട്. ആളെ വെയിറ്റ് ചെയ്താണ് ഇങ്ങനെ ഗേറ്റിൽ നിൽക്കുന്നത്. കൊടി കണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഇവിടെ ഇലക്ഷൻ ഒന്നുമല്ല, ഇവിടെ ശിവരാത്രിയാണ്. ചെറിയ ശിവരാത്രി. നമുക്ക് കർക്കിടക വാവാണെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് അത് ശിവരാത്രിയാണ്. നമുക്ക് വരുന്ന ശിവരാത്രി ഇവിടുത്തെ വലിയ ശിവരാത്രി. അങ്ങനെയാണ്. അങ്ങനെ സ്റ്റെഫി എത്തിയിട്ടുണ്ട്. ഇനി ഈ റോഡ് ഒന്ന് ക്രോസ് ചെയ്ത് അപ്പുറ സൈഡിൽ നിന്ന് നമുക്ക് ഓട്ടോ പിടിക്കണം. പിന്നെ മെട്രോ കയറി അവിടെ എത്തണം. റോഡ് ക്രോസ് ചെയ്യലാണ് അടുത്ത ടാസ്ക്. നമ്മളെ കണ്ടത് ഓട്ടോക്കാരൻ അവിടെ നിർത്തിയിട്ടുണ്ട്. ഈ കണ്ടില്ലേ, റോഡ് സൈഡ് മുഴുവൻ ഓറഞ്ച് മയായി നിൽക്കുന്നത്. നമ്മുടെ കർക്കിടക മാസം പോലെ ഇവിടുത്തെ ഒരു ശ്രാവൺ എന്ന് പറഞ്ഞ മാസമാണിപ്പോ. ഇവർക്കും അത് നല്ല പുണ്യമായൊരു മാസമാണ്. ഹരിദ്വാറിലേക്ക് നടന്നു പോയി അവിടെയുള്ള ഗംഗയെന്ന് ഗംഗാജലം എടുത്തിട്ട് വന്നിട്ട് നമ്മൾ കാവടിയൊക്കെ പിടിക്കില്ലേ, അതുപോലെ തന്നെ ഇവർ ഷോൾഡറിൽ 2 സൈഡിൽ കുടത്തിലായിട്ട് ആ വെള്ളം എടുത്ത് വീടിന്റെ അവിടെ വന്നിട്ട് വീടിന്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വീട്ടിൽ പൂജിക്കുന്ന ശിവലിംഗത്തിലോ അത് ദ്വാരയായി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ ഈ വെള്ളം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് താഴെ വെക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞ ഏകദേശം നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന പോലെ തന്നെ ഇവരും ഫുൾ വ്രതത്തിലായിരിക്കും. വീട്ടിലുള്ളവരും വ്രതം നോക്കും, വീടും പരിസരം എല്ലാം നല്ല നീറ്റാക്കി ഇടും. വ്യത്യാസം പറഞ്ഞാൽ നമ്മുടെ ഇരുമുടിക്കെട്ടിന് അത്ര കണ്ട് ഭാരം ഉണ്ടാവില്ല. പക്ഷെ ഇവരെടുക്കുന്ന ആ കുടം ഭയങ്കര അത്യാവശ്യം നല്ല ഭാരമുള്ളതായിരിക്കും. അതിങ്ങനെ 2 സൈഡിലുമായിട്ട് തൂക്കിയിട്ടാണ് പോകുന്നത്. ഇവരും ഇതിനെ കാവടി എന്ന് തന്നെയാട്ടോ പറയണത്. പക്ഷെ നമ്മുടെ കാവടി പോലത്തെ കാവടിയല്ല. അതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ ഭയങ്കര ബഹളാണ്. ഇവിടെ പിന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഭയങ്കര കൊട്ടലും മുട്ടലും ഒക്കെ ആയിരിക്കും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബ്ലോക്കും റോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുവിധം മെട്രോ സ്റ്റേഷൻ അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. ബെഞ്ചാര മാർക്കറ്റിന്റെ അടുത്തുള്ള നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ ഏതാണെന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റെഫി ആണെങ്കിൽ പേടിഎം വഴി ഡയറക്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. എന്റെ കയ്യിലാണെങ്കിൽ കാർഡ് ഉണ്ടായിരുന്നു, പക്ഷെ കാർഡിൽ പൈസ ഉണ്ടായില്ല. അതുകൊണ്ട് പേയ്മെന്റ് ചെയ്തതാണ് കേട്ടോ ആ കണ്ടത്. പിന്നെ സ്റ്റെഫി ആരാന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ. സ്റ്റെഫി ഇപ്പൊ ആരാന്ന് വെച്ചാൽ നൈബറാണ്, ഫ്രണ്ടാണ്, അനീത്തിയാണ്, എക്സെട്ര 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 മലയാളിയാണ്. ഡൽഹിയിൽ വരാൻ ഏറ്റവും നല്ല ക്ലൈമറ്റ് എപ്പോഴാന്നൊക്കെ ചോദിച്ചു കുറച്ചു പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. ഇപ്പൊ നല്ല സമയമാണ് കേട്ടോ. സമ്മർ അങ്ങ് കുറഞ്ഞ് മൺസൂൺ ആയി വരാണ്. പക്ഷെ നാട്ടിലെ പോലത്തെ മഴയൊന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ മഴകളൊക്കെ ഉണ്ടാവുള്ളൂ. ചൂടങ്ങ് കുറഞ്ഞു വരുവാണ്. ഇനി ഈ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആവും, മൺസൂണിന്റെ പ്രശ്നവും തീരും. നെക്സ്റ്റ് മന്ത് തുടങ്ങി ഒരു നവംബർ എൻഡ് വരെയും നല്ല ക്ലൈമറ്റ് ആയിരിക്കും. അങ്ങനെ മെട്രോ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ മെട്രോയിൽ ആദ്യത്തെ 2 ബോഗീസ് ലേഡീസിന് മാത്രമായിരിക്കും. അപ്പൊ ഞങ്ങൾ അവിടെയാണ് ഇരുന്നത്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ബാക്കിലേക്കൊക്കെ ഈ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പൊ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ടേ ഭയങ്കര വേർപ്പായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് തിങ്ങി നിറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇവിടെ മെട്രോ എല്ലാ സ്ഥലത്തും കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് ഇതാണ് കേട്ടോ ഏറ്റവും എളുപ്പം. പിന്നെ ആർക്കും യൂസ് ചെയ്യാൻ പാകത്തിനാണ്. കളർ കോഡുകളാണ്. ഞങ്ങളിപ്പോൾ കയറിയത് റെഡ് ലൈനിൽ നിന്നാണ്. ഇനി നമുക്ക് മാറി കയറേണ്ടത് യെല്ലോ ലൈനിലാണ്. എല്ലാ സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. അല്ലേലും എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മഴയാണ്. ഇതുവരെ മഴ ഉണ്ടായില്ല. പക്ഷെ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് ഒത്തിരി വെയിലുണ്ടാവില്ല എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. ഈ ഓപ്പൺ മാർക്കറ്റ് ആവുമ്പോഴേ ഭയങ്കര പാടാ വെയിലത്ത് നടക്കാൻ. മഴയാണെങ്കിലും ഭയങ്കര പാടാ. ഇങ്ങനെ അവർ നിരത്തിയെടുത്ത സ്ഥലങ്ങളായിരിക്കുവേ. ബെഞ്ചാര മാർക്കറ്റിൽ പോകാൻ നമുക്കങ്ങനെ യെല്ലോ ലൈനിന്റെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റോപ്പിലായിരുന്നു കേട്ടോ ഇറങ്ങേണ്ടത്. ഇതുപോലെ എല്ലാ സ്ഥലത്തേക്കും കണക്ടിവിറ്റി ഒക്കെ വന്നാൽ നമ്മുടെ കൊച്ചി മെട്രോയും അടിപൊളിയാവുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. പണ്ട് ഇത് ഹുഡ സിറ്റി ആയിരുന്നു, ഇപ്പൊ മില്ലേനിയം സിറ്റി ഓഫ് ഗുരുഗ്രാം എന്ന് ആക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഓട്ടോയിൽ പോകാനുണ്ട്. ഇറങ്ങുമ്പോൾ തന്നെ ഓട്ടോക്കാർ നമ്മളിങ്ങനെ വാരി വലിച്ച് നിൽക്കുന്നുണ്ടാവും. പഴയ മാർക്കറ്റിലാണോ പോകണ്ടേ, പുതിയ മാർക്കറ്റിലാണോ പോകണ്ടേന്ന് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് പറഞ്ഞു കൊടുത്ത ആള് കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ടുപോയി എത്തിക്കും. വേണ്ടടാ, വീണ്ടും പോണ വഴിക്ക് നല്ല മഴയാണെങ്കിൽ നമുക്ക് അവിടെ ഒട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അതങ്ങ് വയൽ നിരത്തിയെടുത്ത സ്ഥലമാണ്. അപ്പൊ ഭയങ്കര ചെളിയാകും. എന്തായാലും ഇറങ്ങി പുറപ്പെട്ടതല്ലേ, ഒന്ന് പോയി നോക്കാം. ഇത് പിന്നെ ഡ്രസ്സിന്റെ മാർക്കറ്റ് അല്ല കേട്ടോ. ഡെക്കോർ പീസ്, ക്രോക്കറി ഐറ്റം, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ള മാർക്കറ്റാണ്. ദേണ്ടടാ, കുറച്ച് കഴിഞ്ഞപ്പോ മഴയൊക്കെ പോയി, നല്ലൊരു ക്ലൈമറ്റ്. പക്ഷെ പച്ചപ്പും ഹരിതാപൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. മനസ്സിലായത് നല്ല ഉള്ളിലേക്കുള്ള ഏതോ ഒരു സ്ഥലത്തേക്കാ പോകുന്നത്. ഞാനിവിടെ ആദ്യമായിട്ടാ പോകുന്നത്. അത്യാവശ്യം ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ മാറ്റി 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 വെച്ചേക്കായിരുന്നു. നാട്ടിൽ നിന്ന് വരുന്നവരുടെ കൂടെ അധികം പോയിട്ടുള്ളത് അങ്ങ് സരോജിനി മാർക്കറ്റാണ്. അപ്പൊ ദാ ഇങ്ങനെ സാധനങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോ ഓട്ടോക്കാരൻ പറയണ്ടായി, പണ്ട് ഇവിടെ ആയിരുന്നു പഴയ മാർക്കറ്റ്, ഇപ്പൊ മാർക്കറ്റ് റിനോവേറ്റ് ചെയ്ത് പുതിയ സ്ഥലത്തേക്ക് മാറ്റി. അപ്പൊ പുതിയ മാർക്കറ്റിലേക്കാണ് നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിരുന്നത്, അവിടേക്കാണ് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിട്ടോ. അപ്പൊ പറഞ്ഞു വന്നത് സരോജിനി മാർക്കറ്റിലാണെങ്കിൽ ഇപ്പൊ സമ്മറിന്റെ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ടാവും. അതുപോലെ തിരക്കുമായിരിക്കും. സൂചിട്ടാ കാണാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ വേണം എന്തൊക്കെ കോമ്പോസ് യൂസ് ചെയ്ത് ഡ്രസ്സ് അവിടെ നിന്ന് എടുക്കാന്ന്. പല പല കടയിൽ നിന്നായിരിക്കും നമുക്ക് പല പല മാച്ചിങ് സെറ്റുകൾ കിട്ടുന്നത്. പിന്നെ
റേറ്റിന്റെ പോലത്തെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാനും പറ്റുള്ളൂ. ഈ 365 ദിവസം 365 ഡ്രസ്സ് ഇടുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് നല്ല സ്റ്റൈൽ ചെയ്തിടാനുള്ള ഇഷ്ടം പോലെ ഡ്രസ്സുകൾ അവിടെ നിന്ന് കിട്ടും കേട്ടോ. പിന്നെയും ആ ഒരു തിരക്കീന്നുണ്ടല്ലോ, നല്ലത് നോക്കി തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവും കൂടി വേണം. ചിലപ്പോൾ ഒറ്റ കഴിവലിനൊക്കെ ഉണ്ടാവുള്ളൂ, എന്നാൽ ചിലത് നല്ലതും ആയിരിക്കും. ഈശ്വര, ഗൂഗിൾ മാപ്പ് വഴി കാട്ടി എവിടേക്കോ എത്തുന്നുണ്ടല്ലോ. ബഞ്ചാര മാർക്കറ്റിൽ നിന്ന് ബോർഡൊക്കെ കാണുന്നുണ്ടെങ്കിലും പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി വരുവാണല്ലോ ഭഗവാനെ. പോയ എല്ലാവരും അകത്തെ വ്യൂ മാത്രമേ കാട്ടിയിട്ടുള്ളൂ. പുറത്ത് ഇത് എന്താണ് അവസ്ഥ? ഇത് തന്നെയാണോ മാർക്കറ്റ്? തിരിച്ചു പോയാലോ? ഇതെന്താ ഫുൾ ചെളിയായി കിടക്കാണല്ലോ. ശരിക്കും വിചാരിച്ച് നല്ല രീതിയിൽ പെട്ടുവെന്നാട്ടോ. പിന്നെ അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായേ, ഇപ്പൊ ഡൽഹിയിൽ നിന്നാണ് നല്ല മഴ പെയ്ത ന്യൂസൊക്കെ കണ്ടില്ലേ, അത് ഈ ഏരിയയിലായിരുന്നു. ഇവിടെ എല്ലാ സ്ഥലത്തും വെള്ളം കയറി, എല്ലാ ഷോപ്പിലും വെള്ളം കയറി. അവര് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇപ്പൊ നിൽക്കുന്നതെന്നാ പറഞ്ഞത്. ഇപ്പൊ ഷോപ്പിന്റെ റിനോവേഷനൊക്കെ അപ്പുറ സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ദീപാവലി ആവുമ്പോഴേക്കാണ് മാർക്കറ്റ് ഫുള്ളായിട്ട് തുറക്കുള്ളൂ എന്നാ പറഞ്ഞത്. കുറേ സാധനങ്ങളൊക്കെ അവർ മാറ്റി, എന്നാലും കുറേ സ്ഥലത്തൊക്കെ വെള്ളം കയറിയുണ്ടെന്ന് തന്നെയാ പറയുന്നത്. എന്തായാലും വന്നതല്ലേ, ഒന്ന് കയറി നോക്കാം. വെള്ളം കയറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത് ശരിയല്ലല്ലോ. വെള്ളപ്പൊക്കത്തിന്റെ എല്ലാവിധ അവസ്ഥകളും കണ്ടിട്ടുള്ള നമ്മൾ എന്താ നടന്നേന്ന് അറിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് ശരിയല്ലല്ലോ. മെയിൻ പ്രശ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാർക്കിംഗ് കുറച്ച് അപ്പുറയായിരുന്നു. ഈ മഴ പെയ്ത് വെള്ളം കയറിയതിന് ശേഷം സാധനങ്ങൾ വാങ്ങാൻ ആൾക്കാർ വരുന്നുണ്ട്, അവർ ഉള്ളിലേക്ക് വണ്ടി കയറ്റാണ്. അപ്പൊ അവിടെ ആ വഴി വീണ്ടും ചെളി പിടിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഉള്ളിലേക്ക് കയറുമ്പോൾ അത്ര പ്രശ്നമില്ല കേട്ടോ, ആളുകൾ വരുന്നുണ്ട്, സ്ഥലമൊക്കെ ഡ്രൈ ആയി തന്നെയാണ് കിടക്കുന്നത്, സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സരോജിനി മാർക്കറ്റ് പോലെ അത്ര തിരക്കുള്ള മാർക്കറ്റ് അല്ല പൊതുവേ ഇത്. പിന്നെ മാർക്കറ്റ് രാത്രികളിലാണ് ഇവിടെ ഓപ്പൺ ആവുന്നത്. നമ്മളിവിടെ എത്തിയത് ഓൾമോസ്റ്റ് ഒരു 2:30 കൂടിയാണ്. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണെങ്കിലും അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് അത്രയും സമയം എടുത്തു. എന്ത് വാങ്ങണമെന്ന് പ്രത്യേകിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ലാതെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി പുറപ്പെട്ടത്. അപ്പം നമ്മൾ തന്നെ ഒന്ന് തീരുമാനിച്ചു, നമുക്ക് ഫുള്ളൊന്ന് ചുറ്റി കാണാം എവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന്. ആദ്യം തന്നെ ഇങ്ങനെ വുഡിൻ്റെ കുറേ സെക്ഷൻസ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഓരോരോ സെക്ഷൻസും വേറെ വേറെയാണ്. ഒരു ഏരിയ ഫുള്ള് വുഡാണെങ്കിൽ ഒരു ഏരിയ ഫുള്ള് മെറ്റൽ ഐറ്റം, ഒരു ഏരിയ ഫുള്ള് പെയിന്റിങ്, ഒരു ഏരിയ ഫുള്ള് കോക്കറി ഐറ്റംസ്, ഒരു ഏരിയ ഫുള്ള് ഡെക്കോർ ഐറ്റംസ്. ഇതൊക്കെ പണ്ട് എനിക്ക് ഭയങ്കര ക്രേസിങ് ആയിരുന്നു, ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ തൂക്കിയിടാൻ വേണ്ടി. ഇപ്പൊ പക്ഷെ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മടി പിടിച്ച് പിന്നെ നോക്കിയില്ല. പക്ഷെ ഐറ്റം ഒക്കെ അങ്ങനെ പ്രശ്നമുള്ളതല്ല കേട്ടോ. ജൂട്ടിൻ്റെ ഒക്കെ നല്ല നല്ല കവർ ഷീറ്റുകളൊക്കെ ഉണ്ടായിരുന്നേ. അത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കളറുകളുമാണ്. ഇതിനൊക്കെ അവർ പറഞ്ഞത് എത്രയോ 100 രൂപയെങ്ങാണ്ട് ഒരെണ്ണത്തിന്. അതിപ്പോൾ നമ്മൾ പറഞ്ഞ 50 രൂപയ്ക്ക് വീണ്ടും കിട്ടും. പിന്നെ നന്നായി ബാർഗെയിൻ ചെയ്യാൻ അറിയണം. അത് ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ചും ബഞ്ചാര മാർക്കറ്റിൽ പറയുന്ന പൈസേൻ്റെ പകുതി താഴെ പൈസയ്ക്ക് കിട്ടും. ഈ ഫർണിച്ചറൊക്കെ ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ആരെങ്കിലും വാങ്ങുമെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ആളുകൾ വലിയ വലിയ വണ്ടിയായിട്ട് വന്നാണ് വാങ്ങുന്നത്. അധിക ഫർണിച്ചറും പോളിഷ് ചെയ്യാത്ത സാധനങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ഡിസൈന് വേണ്ടിയിട്ട് അത് പോളിഷ് ചെയ്യാം. വന്ന് ഈ പാത്രങ്ങളൊക്കെ കണ്ടത് അതിൽ പിന്നെ കണ്ണ് തട്ടി. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഒരു ചേച്ചീനെ കണ്ടത്. ആ ചേച്ചി ആ കടയിൽ കയറ്റാതെ വിടൂല്ല. ഞങ്ങൾ പറഞ്ഞു ചേച്ചി ഫുള്ള് ഞങ്ങൾ കണ്ടിട്ട് അങ്ങ് തിരിച്ചു വരാം, ഇവിടെ തന്നെ എന്തായാലും വരാമെന്ന്. ബാക്കി എല്ലാ സ്ഥലത്തും ചെന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് അറിയാമോ? ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കണപ്പോൾ തന്നെ മനസ്സിലായി അവർക്ക് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്, ഇവർ വാങ്ങാനല്ലാന്ന്. നമ്മൾ ആരും വിളിച്ചില്ല ഗൈസ്. ഈ ചേച്ചി ആണെങ്കിൽ നിങ്ങൾ വാ, ഇവിടെ 100 രൂപയ്ക്ക് 3 സാധനം കിട്ടും, 10 സാധനം കിട്ടും, അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു ചുറ്റി കണ്ടിട്ട് വരാമെന്ന്. അപ്പോൾ ഏകദേശം നമുക്ക് റേറ്റും ഒന്ന് മനസ്സിലാവുമല്ലോ. പിന്നെ ഇതാ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിട്ടോ. ഇവിടെയൊക്കെ തന്നെ വണ്ടിയായിട്ട് പോകുന്നവർക്ക് നല്ല എളുപ്പമായിരിക്കും. പക്ഷെ നാട്ടിലേക്കൊക്കെ കൊണ്ടുപോകൽ എത്ര കണ്ട് പോസിബിൾ ആണെന്ന് അറിയില്ല. പിന്നെ എനിക്ക് ഇതുപോലെ മാഗ്നറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റർ വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടേ. പക്ഷെ ഇവിടെ ഉള്ളതിലൊന്നും മാഗ്നറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ആണിയിൽ തൂക്കുന്ന ടൈപ്പായിരുന്നു. അപ്പം എനിക്ക് ഞാൻ അവിടെ തന്നെ വെച്ചു. ഈ കയറിയ ഷോപ്പിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിട്ടോ. നമുക്കൊരു ഡിന്നർ സെറ്റ് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള ഡെക്കോർ പീസൊക്കെ ഒരേ ഡിസൈനിൽ എടുക്കാൻ പാകത്തിന് ഉള്ള എല്ലാ സെറ്റപ്പും ഉണ്ടായി. പക്ഷെ ആൻറ്റി ഞങ്ങൾ മൈൻഡ് പോലും ചെയ്തില്ല. അവിടെ വേറെ 2 കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് അവരായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാം കണ്ട്. പക്ഷെ നല്ല ഭംഗിയായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുള്ള ഒത്തിരി സെറ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് റേറ്റ് ചോദിക്കാനും നമുക്ക് പറ്റില്ല. നമ്മൾ ഇനി എടുത്തില്ലെങ്കിൽ അവരുടെ വേറൊരു കസ്റ്റമർ പോകുമല്ലേ, അവർ ചിലപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടി വന്നതാണെങ്കിലോ കുറേ സാധനങ്ങൾ. പിന്നെ ബെറ്റർ മനസ്സിലായത് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒറ്റ കടയിൽ നിന്ന് തന്നെ വാങ്ങുന്നതാണ് നല്ലത്. അപ്പം വീണ്ടും അവർ ഒത്തിരി പൈസ കുറച്ച് തരും. ഈ വൈറ്റ് റെഡ് കോംബോന്റെ ഇൻഫിനിറ്റി കളക്ഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് ഈ ഹാർട്ട് കളക്ഷൻ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മേഘ്നേനെയായിട്ട് ഓർമ്മ വന്നത്. മേഘ്നയുടെ കിച്ചൺ ഷെൽഫിൽ ഇങ്ങനെ ഫുള്ളൊരു ഹാർട്ട് കളക്ഷൻ ഇരിപ്പുണ്ടല്ലോ. ചേടാ എന്തിനാന്നറിയാതെ എൻ്റെ കൈയും കണ്ണും അതിലൊന്ന് ഉളുക്കിയിട്ടുണ്ട്. എന്താണോ അതിന്റെ പർപ്പസ്? അത് ഞാൻ വാങ്ങിയല്ലോ എന്ന് ഇനി അവസാനം പറയാട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും ഒരേ റേറ്റ് ആണ്. ഇനി ഇങ്ങനെ വരുമ്പോൾ മെറ്റലിന്റെ ഡിസൈൻ വരുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ. ക്വാളിറ്റി ഉള്ളതിന് അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ട്. എന്നും പറഞ്ഞ് നമ്മൾ
ഹോം സെന്ററുകളിലൊക്കെ പോയി മേടിക്കുന്ന അത്ര റേറ്റ് ഇല്ല. പിന്നെ നമുക്കിവിടെ ബാർഗെയിൻ ചെയ്യാനൊരു ഓപ്ഷൻ കൂടി തരുന്നുണ്ട്. ഷോപ്പിൽ പോകുമ്പോൾ അത് പറ്റുന്നില്ലല്ലോ. പിന്നെ നല്ല വില കുറഞ്ഞ സാധനങ്ങൾ, അത്രയും ചീപ്പായിട്ടുള്ള സാധനങ്ങൾക്ക് അത്രയും ക്വാളിറ്റി തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ജസ്റ്റ് ഡെക്കോർ പർപ്പസിനൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു ഫാഷൻ കഴിയുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതൊരു മാറ്റാലോ. വലിയ ബ്രാൻഡിൻ്റെ സാധനമൊക്കെ മേടിച്ചാൽ നമുക്കൊരു ഉറക്കം കൂടി പോവല്ലോ മാറ്റുമ്പോൾ. അപ്പോൾ ഇനി ഡൽഹിയിൽ വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തോട്ടെ. ഇങ്ങനെ പൊട്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാലോ. നേരത്തെ കണ്ട ചേച്ചിയാണെങ്കിൽ 100 രൂപയ്ക്ക് 3 ചെടിച്ചട്ടി ഉണ്ട് അവിടെ, ഒന്ന് കയറി മക്കളെ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ചേച്ചിയുടെ കട തപ്പി വീണ്ടും ഞങ്ങൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുള്ളൊന്ന് ചുറ്റി ഓടിച്ച് കണ്ടപ്പോഴേക്ക് 1 മണിക്കൂറായി. 3 മണി ആയിട്ടുണ്ട്. അത്യാവശ്യം മാർക്കറ്റിലേക്ക് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 100 രൂപയ്ക്ക് 3 എണ്ണം 5 എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളിൽ എന്തായാലും ചെറിയ ക്രാക്സ് ഉണ്ടാവും, എന്നാൽ ഇല്ലാത്തതും ഉണ്ടാവും. അതിൽ നിന്ന് തപ്പി പിടിച്ചെടുക്കണം. അപ്പം ഞാൻ ആ ചേച്ചിയുടെ കട ഒന്ന് കണ്ടുപിടിക്കുമ്പോഴേക്കും ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഇനി ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും നല്ല ഒത്തിരി വീഡിയോസ് ആയിട്ട് വരാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണേ. ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ അതും ഒന്ന് പറയണേ. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ കട കണ്ടുപിടിച്ചു മക്കളെ, കട കണ്ടുപിടിച്ച്. വെയിലൊന്നുമില്ലെങ്കിൽ അത്രയും നടന്നപ്പോഴേക്കും നന്നായി ക്ഷീണിച്ചു, നന്നായി വേർക്കാനും കൂടി തുടങ്ങിയിട്ട് അങ്ങനെ ചേച്ചിയുടെ കട കണ്ടുപിടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോണ്ടടാ അതിലും വലിയ ചൂടെടുത്ത് ഞങ്ങളങ്ങ് വേർത്ത് ഒഴുകാൻ തുടങ്ങി. ആ ചേച്ചിയാണെങ്കിൽ അങ്ങോട്ട് പോയപ്പോഴേ പറഞ്ഞതാ വരുമ്പോൾ ഒരു ഡിന്നർ സെറ്റ് എടുക്കണമെന്ന്. ഞാനും അങ്ങോട്ട് പോയപ്പോഴേ പറഞ്ഞതാ എനിക്ക് ഡിന്നർ സെറ്റ് വേണ്ട, അതിൻ്റെ ആവശ്യമില്ലാന്ന്. നമ്മൾ മെയിനായിട്ട് കുഞ്ഞു കുഞ്ഞു ചെടിച്ചട്ടികളൊക്കെ ഉണ്ടല്ലോ, അതാണ് കേട്ടോ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ കോർണറിൽ കൂട്ടിയിട്ടിട്ടുള്ള ചെടിച്ചട്ടികളില്ലേ, അതാണ് 100 രൂപയ്ക്ക് 3 എണ്ണം പുള്ളിക്കാരി തരാന്ന് പറയുന്നത്. അതിൽ നല്ലതുകൊണ്ട് ഇതുപോലെ പൊട്ടിയതുണ്ട്. നല്ലത് നോക്കി ഞങ്ങൾ ഒരു വിധത്തിൽ 3 എണ്ണം തിരഞ്ഞെടുത്തു. 2 പേരും എടുത്തു കേട്ടോ. പിന്നെയാണെങ്കിലും ആ ചേച്ചി അതെടുക്കുമോളെ ഇതെടുക്കുമോളെ ഒന്നിച്ച് നീ എല്ലാം കൂടി എടുത്തു കഴിഞ്ഞ് ഞാൻ ഇത്ര രൂപ കുറച്ച് തരാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാണ് കേട്ടോ. ഞങ്ങൾ വേണ്ട ചേച്ചി വേണ്ട ചേച്ചി. അവസാനം പുള്ളിക്കാരി പറഞ്ഞു നിങ്ങൾ പറ ഒരു റേറ്റ്, ആ റേറ്റിന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയായപ്പോൾ പിന്നെ എന്തായി 300 രൂപയ്ക്കൊക്കെ കിട്ടണം. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ആ ചേച്ചീനെ സന്തോഷപ്പെടുത്താൻ വേണ്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വീഡിയോ കൂടെ ഒളിഞ്ഞു നോക്കിയത് അവരുടെ മകനാണ് കേട്ടോ. മകനും അമ്മയും കൂടിയാണ് കച്ചവടമൊക്കെ നടത്തുന്നത്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും. ഇങ്ങനെ വീഡിയോ കൂടെ പുറത്ത് പോയാലാണ് പുതിയ ആളുകൾ അവരുടെ ഷോപ്പിലേക്ക് വരുള്ളൂ, അവർക്ക് തിരക്കുണ്ടാവുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞങ്ങൾ നന്നായി ബാർഗെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്ര ബാർഗെയിൻ സ്കില്ല് ഇല്ലെങ്കിലും അവിടെ അത്ര കണ്ട് ബാർഗെയിൻ ചെയ്യേണ്ട. നമ്മളൊരു വില കുറച്ച് പറഞ്ഞാൽ അവർ ആ വിലയ്ക്ക് തരും. പക്ഷെ ദീപാവലിയൊക്കെ ആകുമ്പോൾ അത് അത്ര പോസിബിൾ ആവുമെന്ന് അറിയില്ല കേട്ടോ. പുതിയ കളക്ഷൻസും വരുമ്പോൾ അവർ അത്ര കണ്ട് കുറക്കില്ലായിരിക്കും. 1000 രൂപ പറഞ്ഞ സാധനം ഞങ്ങൾ 300 രൂപയിൽ ബാർഗെയിൻ ചെയ്ത് 350 ഫിക്സ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. ആവശ്യമില്ല ആ സാധനം നമുക്ക്. പിന്നെ അവർ 300 എടുത്തോ നീ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങ് തന്നുവിടാ ചെയ്തത്. അതും പോരാത്തതിന് സാധനം എല്ലാം മേടിച്ച് അവസാനം എല്ലാ സാധനത്തിനും 50 രൂപേന് മേലെ അവർ വീണ്ടും കുറച്ചു. വളരെ പൈസ കുറവിന് അവർ നമുക്കത് തന്നത്. ശരിക്കും അവർ പറയുന്ന വിലയുടെ പകുതിയിൽ നിന്ന് കുറച്ച് താഴ്ത്തി ബാർഗെയിൻ ചെയ്ത് തുടങ്ങിയിട്ട് പകുതിയിൽ ഒരു 50 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയാണ് ഇവിടെ സാധാരണ മേടിക്കല്. പക്ഷെ നമുക്ക് ഈ സാധനം വേണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത്രയും കുറച്ച് ബാർഗെയിൻ ചെയ്ത് തുടങ്ങിയത്. അച്ചോടാ അങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് കേട്ടോ ഇവനെ കാണുന്നത്. അവന്റെ ചിരിയിൽ നമ്മളങ്ങ് വീണ് പോവും. അവന്റെ സ്റ്റോറാണ് അത്. 20 രൂപയാണ് ഒരെണ്ണത്തിന്. എടുക്ക് ദീദി എന്നാട്ടോ പറയുന്നത്. നല്ല സ്മാർട്ടാണ്. ഞങ്ങൾ വരുന്നുണ്ടോന്ന് വെച്ചാൽ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ കൂടെ പഠിക്കാൻ വിടുമെന്ന് പറഞ്ഞപ്പോൾ പഠിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവരുടെ മുത്തശ്ശിയാണോ മുത്തച്ഛനാണോ അത് അച്ഛനോ അമ്മയാണോ എന്നൊന്നും അറിയില്ല, അവരോട് പഠിപ്പിക്കാൻ വിടാനൊക്കെ പറഞ്ഞ് അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവന്റെ 2 ബൗളും വാങ്ങി കിട്ടിയ ഒരു ഓട്ടോറിക്ഷ കയറി അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. 4:30 എങ്ങാണ്ടായി. ഫുഡ് കഴിക്കാഞ്ഞിട്ട് തല ഇറങ്ങി തുടങ്ങിയായിരുന്നു. ഫുഡ് വരാൻ സമയം എടുത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കിയിരുന്നപ്പോഴാണ് അവരവരുടെ കോർഡിനേറ്റേഴ്സിന്റെ എന്തോ മീറ്റിംഗ് ഒക്കെ നടന്ന് ഫുൾ സെൽഫി എടുക്കലൊക്കെ ആയിരുന്നു. അവരുടെ സന്തോഷം കണ്ടപ്പോൾ നമുക്ക് സന്തോഷമായി. അങ്ങനെ ആ മോള് ഞങ്ങൾക്ക് വേഗം ഫുഡൊക്കെ കൊണ്ടുപോയി തന്നു. അത് കഴിച്ച് തിരിച്ച് നമ്മൾ മെട്രോയ്ക്ക് തന്നെയാണ് കേട്ടോ വന്നത്. 2 കയ്യിലും നിറയെ സാധനം ആയതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴുള്ള യാതൊരുവിധ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. ഒരു 6:30-7 മണിയോടുകൂടി അങ്ങനെ വീട് എത്തിയിട്ടുണ്ട്. എല്ലാം വീട്ടിൽ കൊണ്ട് ഞങ്ങൾ വച്ചപ്പോണ്ടല്ലേ എൻ്റെ അമ്മോ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ കാണിക്കണോ ഞാൻ വാങ്ങിയ സാധനം? ചേടാ കാണിക്കാതെ കിടന്ന എനിക്കാണെങ്കിൽ ഉറക്കം വരില്ല. എന്നാൽ പിന്നെ ഒന്ന് ഓടിച്ച് കാണിച്ചേക്കാം അല്ലേ. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിയ സാധനങ്ങൾ. 1000 രൂപയ്ക്ക്. അധികം ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ സാധനം മേടിച്ചത്. അതുകൊണ്ട് നല്ല പൈസ കുറവിന് കിട്ടി. സ്റ്റെഫി ആണെങ്കിലും കുറച്ച് ചെടിച്ചട്ടിയും പിന്നെ കപ്പൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. ഇനി ഇതിൻ്റെ ക്വാളിറ്റി ഓരോന്നിൻ്റെയും പൈസ എത്രയാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. നമുക്കിനി വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതെടുത്തെടുത്ത് എൻ്റെ അമ്മേ എൻ്റെ വോയിസ് എടുത്ത് എൻ്റെ എനർജിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.